ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഒരു ഫ്ലഫി ബ്രെഡ് ഓംലെറ്റാണ് ഞാൻ ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. നല്ലൊരു ഓംലെറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കുറച്ച് ഫ്രൂട്ട്സും കൂടെ ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. ഞാൻ 3 മുട്ട എടുത്തിട്ട് അതിൻ്റെ വെള്ളയും മഞ്ഞയും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ എത്ര വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് മഞ്ഞ വേറൊരു ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നിച്ച് അടിച്ച് പതിപ്പിക്കുകയാണെങ്കിൽ അത്രയായിട്ട് നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ രണ്ടും കൂടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പം മഞ്ഞ അതുപോലെ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നമുക്കൊരു ഫോർക്കോ സ്പൂൺ അല്ലെങ്കിൽ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുപോലെ കൈ വെച്ചിട്ട് തന്നെ കുറച്ച് സമയം ഇതുപോലെ അടിച്ചെടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പതഞ്ഞ് കിട്ടും. ബൗളിൽ വെള്ളം ഇല്ലാതിരുന്നാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പതപ്പിച്ചെടുക്കാൻ പറ്റും. ഇത്രയും മതി, ഒരുപാടൊന്നും പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ മുട്ടേൻ്റെ മഞ്ഞയും കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഒന്നിച്ചിടണമെങ്കിൽ അതുപോലെ ചെയ്യുക, ഇല്ലെങ്കിൽ ഇതുപോലെ രണ്ടിലേക്കും സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി മുട്ടമഞ്ഞ നമ്മൾ ഈ അടിച്ചു വെച്ച ഈ വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ മുട്ടേൻ്റെ അത്ര നമുക്ക് ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ അടിച്ചെടുക്കണമെങ്കിൽ എന്തായാലും ഇത്രത്തോളം പതിഞ്ഞ് കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പതിപ്പിച്ചെടുക്കുക. ഒരുപാട് സമയമൊന്നും നമുക്കിതിന് ആവശ്യമില്ല കേട്ടോ. കുറച്ച് സമയം മതി. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്നേക്കാളും കുറച്ച് ടൈം എടുത്താൽ മതി. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇതിലേക്ക് ഞാൻ ആംജൂം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. ഇതുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ ചേർക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ കുട്ടികൾക്കായതുകൊണ്ട് അധികം മുളക് പൊടിയൊന്നും ചേർക്കാത്തത് അതുകൊണ്ടാണ്. ഇനി കുറച്ച് ഒരു 2 സ്ലൈസ് ബ്രെഡ് ഞാനൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്രെഡൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല, വലിയ പച്ചമുളകാണ് കേട്ടോ. അതുകൊണ്ട് അത് എരിവ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടെ ഞാൻ ഉള്ളി മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ മുളകാണെങ്കിൽ എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സമയം ഒന്ന് വേവാവുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ ബട്ടർ ഒന്ന് ഇതിൻ്റെ അടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഈ ബട്ടറിൽ കിടന്നിട്ട് ഇത് മൊരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ബട്ടറാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനം തോന്നുന്നു എനിക്ക്. നമ്മൾ ഓയിലിലും വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റ് ഇതുപോലെ ബട്ടർ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്ന സമയത്താണ്. എന്നിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ബട്ടറാവുന്ന രീതിയിലൊന്ന് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി പോവാതെ തിരിച്ചിട്ട് കൊടുക്കുക. ആ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഓംലെറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ഓംലെറ്റാണിത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് അപ്പവും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സോ കുറച്ച് പാലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ എല്ലാ സജഷൻസും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ്
അടുത്തൊരു വീഡിയോയിൽ കാണാം.